ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച കൊളംബിയ രാജ്യത്തെ അവിടെ ചെന്ന് എടുത്തിട്ട് കുടഞ്ഞു ശശി തരൂർ. ഓപ്പറേഷൻ സിന്ധൂറും പാക് ഭീകര ആക്രമണവും വിശദീകരിക്കാനുള്ള ഇന്ത്യൻ സംഘം ശശി തരൂരിന്റെ നേതൃത്വത്തിൽ കൊളംബിയ രാജ്യത്ത് ഔദ്യോഗികമായി എത്തിയതായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇന്ത്യൻ വംശജർ വേദന നിറഞ്ഞ ഒരു കാര്യം ശശി തരൂരിനെ അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട പാക് ഭീകരന്മാർക്കും ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്കും വേണ്ടി അനുശോചനം പ്രകടിപ്പിച്ച കൊളംബിയൻ സർക്കാരിന്റെ പ്രതികരണമായിരുന്നു ഇത്. ഇതിനെതിരെ കൊളംബിയൻ മണ്ണിൽ വെച്ച് തന്നെ കൊളംബിയ റിപ്പബ്ലിക് രാജ്യത്തെ സർക്കാരിനെതിരെ തിരിയുകയായിരുന്നു ശശി തരൂർ. ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ട് ഹൃദയഭംഗമായ അനുശോചനം പ്രകടിപ്പിച്ച കൊളംബിയൻ സർക്കാരിന്റെ പ്രതികരണത്തിൽ ഞങ്ങൾ നിരാശരാണ്. കടുത്ത പ്രതിഷേധം കൊളംബിയൻ സർക്കാരിനോട് രേഖപ്പെടുത്തുന്നു. ഭീകരരുടെ ഇരകളോട് അനുഭാവം പുലർത്തുന്നതിന് പകരം ഭീകരന്മാരുടെ മരണത്തിലാണ് കൊളംബിയയുടെ നിരാശയും സങ്കടവും എന്നത് ഞെടുക്കമുണ്ടാക്കുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഭീകരന്മാരെയും അവരുടെ ഇരകളെയും വേർതിരിച്ചു കാണാനുള്ള വിവേകം കാണിക്കാമായിരുന്നുവെന്നും കൊളംബിയയിൽ വെച്ച് കൊളംബിയൻ സർക്കാരിനോട് ശശി തരൂർ ഇന്ത്യക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ഇന്ത്യയുടെ ശക്തമായ ദൃഢനിശ്ചയം അറിയിക്കുന്നതിനായി സർക്കാർ ആഗോളതലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എംപിമാർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം തരൂരിനൊപ്പമുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് കൊളംബിയ നൽകിയ അനുശോചനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതിഷേധിക്കുന്നുവെന്നും ശശി തരൂർ തുറന്നടിച്ചു. ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിന്റെ നീക്കത്തിന്റെ ഭാഗമായി കൊളംബിയയിലുള്ള തരൂർ ഭീകരരുടെ കേന്ദ്രങ്ങൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രതിനിധി സംഘം ഇവിടെ ഉണ്ടെന്നും തുറന്നു പറഞ്ഞു. ഏപ്രിൽ 22-ന് 26 സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരതയാണ് എന്നതിന് ന്യൂഡൽഹിയുടെ പക്കൽ വ്യക്തമായ തെളിവുണ്ട് എന്നും തിരുവനന്തപുരം MP കൂടിയായ ശശി തരൂർ കൊളംബിയയിലെ അധികാരികളുമായി നടത്തിയ ചർച്ചകളിൽ വ്യക്തമാക്കി. ഞങ്ങൾ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം മാത്രമാണ് ഉപയോഗിക്കുന്നത്. സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയയുമായി വിശദമായി സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കൊളംബിയ നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടതുപോലെ ഇന്ത്യയിലും ഞങ്ങൾക്കുമുണ്ട്. ഏകദേശം 4 പതിറ്റാണ്ടുകളായി ഞങ്ങൾ വളരെയധികം ആക്രമണങ്ങൾ സഹിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈനയാണ് പാകിസ്ഥാന്റെ പ്രതിരോധ ഉപകരണങ്ങളുടെ 81% വിതരണം ചെയ്യുന്നതെന്നും തരൂർ വ്യക്തമാക്കി. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചും പരാമർശിച്ചു. പ്രതിരോധം എന്നത് ഒരു മാന്യമായ വാക്കാണ്. പാകിസ്ഥാൻ സൈനിക ഉപകരണങ്ങൾ അതിൽ ഭൂരിഭാഗവും പ്രതിരോധത്തിനല്ല, ഭീകരാക്രമണം നടത്തുവാനും മാത്രമാണ്. തീരെയുള്ള ഭീകരതയുമായിട്ടാണ് ഇന്ത്യയുടെ തർക്കമെന്നും തരൂർ വ്യക്തമാക്കി. പനാമയും ഗയനയും സന്ദർശിച്ച ശേഷം ശ്രീ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം വ്യാഴാഴ്ചയായിരുന്നു കൊളംബിയയിലെത്തിയത്. ബൊഗോട്ടയിൽ താമസിക്കുന്ന സമയത്ത് കൊളംബിയൻ കോൺഗ്രസ് അംഗങ്ങൾ, മന്ത്രിമാർ, തിങ്ക് ടാങ്കുകളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലെയും മറ്റ് പ്രധാന സംരംഭകർ എന്നിവരുമായും പ്രതിനിധി സംഘം സംവദിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെടുന്നതിനായി 33 ആഗോള തലസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യ നിയോഗിച്ച 7 ബഹുകക്ഷി പ്രതിനിധി സംഘത്തിൽ ഒന്നാണ് ഈ സംഘം. മെയ് 7-ന് പുലർച്ചെ പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയത് സംഘം വിശദീകരിച്ചു. തുടർന്ന് മെയ് 8, 9, 10 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചതും ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെടുത്തിയതും സംഘം വിശദീകരിച്ചു. മെയ് 10-ന് ഇരു വിഭാഗത്തിന്റെയും സൈനിക പ്രതിനിധികളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഡയറക്ടർ ജനറൽമാർ നടത്തിയ ചർച്ചയിൽ തുടർന്നുകൊണ്ട് ഇരു രാജ്യവും വെടിനിർത്തുകയായിരുന്നു ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.